എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. ദാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. നമുക്ക് മുട്ടുകുത്താം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മഞ്ഞിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട്, സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട്, ഇതാ രാജാധിരാജൻ നമ്മളെ സ്വർഗത്തിൽ സ്വീകരിക്കുന്ന സ്വർഗീയ നാഥൻ, സർവാധിപനായ കർത്താവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, അവന്റെ സർവാധിപ ശക്തിയിലൂടെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തോത്രം യേശുവേ നന്ദി. കൈകൾ കുരിശിൽ തറച്ച പോലെ പിടിച്ചുകൊണ്ട് നമ്മൾ ഉയർക്കണമെങ്കിൽ മരിക്കണം. നമ്മൾ ഒരു ക്രിസ്ത്യാനിയുടെ മരണം എന്നത് ക്രിസ്തുവിൻ്റെ മരണത്തോടൊപ്പമുള്ള ഒന്നാകലാണ്. ആ ബോധ്യത്തോടെ നമുക്ക് ഈ ഗാനം ആലപിക്കാം. യേശുവിൻ്റെ പിന്നാലെ എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ മരണം എന്നതിൻ്റെ അർത്ഥം ആത്മാവും ശരീരവും വേർപെടുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാൻ പോകുന്നു, ശരീരം ഭൂമിയിലേക്ക് പോകുന്നു. എങ്കിലും ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്ത് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ആത്മീയ ശരീരമായി ദൈവത്തോടൊപ്പം ശരീരവും ആത്മാവും ഒന്നായി നമ്മൾ ജീവിക്കും. ഈ ബോധ്യത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഈ ബോധ്യത്തിൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർ ഇനി സ്വർഗീയമായ കാര്യങ്ങൾ ചിന്തിക്കുക. ഈ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, സ്വർഗീയമായ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ സ്വർഗരാജ്യത്തിലാണ്. അവൻ ഈ രാജ്യവുമായിട്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല. ആ ബോധ്യത്തോടെ യേശുവിൻ്റെ കൈവിരിച്ച് പിടിച്ച് ശബ്ദമുയർത്തി പാടിക്കൊണ്ട് പൂർണ്ണമായിട്ട് യേശുവിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ
ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എന്റെ മുന്നിൽ ലോകമാണ്, എന്റെ പിന്നിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്നാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. എന്റെ കൂടെ ആരുമില്ല, എല്ലാവരും അതരം തുറന്ന് പാടിക്കൊണ്ട് ഞാൻ നീങ്ങിടും. നമ്മുടെ എല്ലാ വേദനകളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്നാത്മാവിൽ ഉത്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്നാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും. നമുക്ക് അല്പസമയം ഇരിക്കാം. ഇരിക്കുമ്പോൾ മനസ്സിലാക്കുക, ദൈവപിതാവ് തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി അയച്ചു. ഈശോയുടെ മുൻപിലാണ് നമ്മളിരിക്കുന്നത്. ഈശോ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഗെത്സമനിയിൽ വെച്ച് പറഞ്ഞത് ഇതാണ്. അവൻ ഗെത്സമനി എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. നമ്മൾ രാവിലെ കേട്ടു പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. ഒന്നെല്ലാവരും പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. നമ്മൾ എന്താ വിചാരിച്ചേക്കണേ ഈശോയെക്കുറിച്ച്? ഈശോ നിത്യപുരോഹിതനാണ്. ഈശോ ഇപ്പോഴും സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ ആണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടി. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈശോനറിയാം. ഈശോ ഈ പ്രയാസം മാറാൻ വേണ്ടിയൊന്നുമല്ല പ്രാർത്ഥിക്കണം കേട്ടോ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരികയാണ്, ഈ മത്തായി, ചുങ്കക്കാരൻ മത്തായിനെ എല്ലാവർക്കും അറിയാലോ, ആ നാട്ടുകാർക്കൊക്കെ അറിയാം. എല്ലാവരും മത്തായിനെ കുറിച്ച് വളരെ മോശമായൊരു അഭിപ്രായമാണ്. അവൻ അന്യായ പലിശ മേടിക്കുന്നവൻ, അവൻ മഹാമോശമാണ്. അപ്പോൾ ഈ ഫരിസേയരും നിയമജ്ഞരും അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ പോലും കയറില്ല. വീട്ടിൽ കയറില്ല അവർ. അത് കയറണത് നമ്മുടെ നാട്ടുഭാഷ പ്രാണി അയിത്തമാണ്. അയിത്തം അയിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പറഞ്ഞത്. അയിത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് തൊടാൻ പോലും പാടില്ല, വീട്ടിൽ കയറാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് ഒരയിത്തുമില്ല. ഈശോ മിശിഹ ആ മത്തായിയുടെ വീട്ടിലേക്ക് ചെന്നേക്കണം. പറയാണ്, എനിക്കിന്ന് നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. മത്തായി ആ നാട്ടിലുള്ള എല്ലാ പാപികളെയും വേശ്യകളെയും എല്ലാം വലിച്ചു കൂട്ടി അവിടെ. കർത്താവേ, നിൻ്റെ കരുണ
പരിസേയർ പറഞ്ഞു, എന്താ ചെയ്യണത്? മത്തായിയുടെ വീട്ടിൽ കയറിയേക്കണു, നിങ്ങളുടെ ഗുരു എന്തെങ്കിലും ചെയ്യണേ? അപ്പോൾ ഈശോ പറയാണ്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ കേട്ടോ, പാപി സ്വർഗത്തിൽ പോവോ? പാപി സ്വർഗത്തിൽ പോവോ? പോവോ? അപ്പോൾ നരകത്തിൽ ആരാ പോണേ? അപ്പോൾ നരകം എന്തിനുള്ളതാ? ബാക്കി ഉത്തരം നാളെ പഠിക്കാം. നമുക്ക് യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? പാപികളെ തൻ്റെ ജീവനിലൂടെ അവരുടെ പാപം ഏറ്റെടുത്ത് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് യേശു വന്നിരിക്കുന്നത്. ആരെങ്കിലും നരകത്തിൽ പോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ മത്തായിയുടെ വീട്ടിൽ ചെന്നിട്ട് കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മത്തായിയുടെ പഴയ കേസ് കെട്ട് യേശു എടുത്തോ? മത്തായിയുടെ പഴയ കേസ് വല്ലതും നോക്കിയോ? മത്തായിയുടെ പാപമോ അവൻ്റെ പഴയ കാര്യം ഒന്നും നോക്കില്ല. ഇത് പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് പല പ്രാവശ്യം പറയാണ്, മത്തായിയുടെ വീട്ടിൽ ചെന്നിട്ട് കർത്താവ് അവൻ്റെ പഴയ കാര്യം ഒന്നും നോക്കിയില്ല. കർത്താവ് മത്തായിയിൽ ആരെ കണ്ടു? ഒരു അപ്പസ്തോലനെ കണ്ടു. ഒരു സുവിശേഷ കർത്താവിനെ കണ്ടു. ഒരു രക്തസാക്ഷിയെ കണ്ടു. പ്രൈസ് ദ ലോർഡ്. ഒറ്റ ചിന്ത നമ്മളുണ്ടാകും, കർത്താവ് നമ്മളിൽ നമ്മുടെ പാപങ്ങളെ എണ്ണി നോക്കുന്ന കർത്താവല്ല. കാരണം കർത്താവ് വന്നേക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ്. അതിപ്പോൾ എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കർത്താവ് ഏറ്റെടുത്തോളും. എന്നാൽ കർത്താവ് അതേ സമയത്ത് നമുക്ക് കാണിച്ചു തരുന്നത് നിൻ്റെ വിളി അപ്പസ്തോലനാകാനാണ്, നിൻ്റെ വിളി ഒരു ശുശ്രൂഷകനാകാനാണ്, നിൻ്റെ വിളി എൻ്റെ ശിഷ്യനാകാനാണ്, നിൻ്റെ വിളി ദൈവരാജ്യം പടർത്താൻ വേണ്ടിയാണ്. നീ എൻ്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ള പോലെയാക്കും. നീ എൻ്റെ പിന്നാലെ വായോ. ഇതാണ്, എൻ്റെ പിന്നാലെ വാ, നീ ഫോളോ മീ. നമ്മൾ ഈ പഴയ കെട്ടും വെച്ചുകൊണ്ടിങ്ങനെ നടക്കാണ് എപ്പോഴും. അത് വിട്ട്, അത് കർത്താവ് എടുത്തു. ഇനി നമ്മൾ ഭാവി എന്താണ്? മത്തായി ചുങ്കക്കാരനും മഹാപാപിയുമായ മത്തായിയെ കർത്താവ് അപ്പസ്തോലനായി കണ്ടുവെങ്കിൽ, 7 പിശാചുക്കളെ പുറത്താക്കിയ എന്താണ് മഗ്ദലന മറിയത്തിനെ കർത്താവ് വലിയ വിശുദ്ധയാക്കി ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ദർശനം കൊടുത്തത് ഈ മഗ്ദലന മറിയത്താണ്. മാത്രമല്ല അവളോട് പറഞ്ഞു, നീ പോയിട്ട് എൻ്റെ അപ്പസ്തോലന്മാരോട് പറയുന്നു. കണ്ടോ ചേട്ടിമാരെ, നിങ്ങളുടെ വിളി കണ്ടോ? സ്ത്രീകളാണെന്ന് വിചാരിച്ചും കൊണ്ട് വലിയ വിളിയില്ലാന്നൊന്നും വിചാരിക്കരുത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാണ്, അവൾ അപ്പസ്തോലരുടെ അപ്പസ്തോലനായിരുന്നു. വലിയ വിളിയാണ് നമുക്കുള്ളത്. ഇപ്പം ഞാൻ പറയാൻ വന്നത് വിളിയെക്കുറിച്ച് മാത്രമല്ല, വിളിക്കുള്ളിലൊരു വിളിയുണ്ടെന്നാണ്. ഇപ്പം നിങ്ങളെല്ലാവരും വിളി സ്വീകരിച്ച് 10-20 വർഷമായിട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അഭിഷേകാഗ്നി ശുശ്രൂഷകരാണ്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു സദ്വാർത്ത ഇതാണ്, വിളിക്കുള്ളിലൊരു വിളിയുണ്ട്. വിളിക്കുള്ളിലൊരു വിളി. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഈ കാലം അത്രയും വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായ നിങ്ങളെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. മദർ തെരേസ ഇന്ത്യയിൽ വന്നത് ഒരു വിളിയോടുകൂടിയാണ് വന്നത്. മദർ തെരേസ എന്നിട്ട് എന്ത് ചെയ്തു? സ്കൂളിൽ ടീച്ചറായിരുന്നു, എന്നിട്ട് റിട്ടയറായോ ടീച്ചറായിട്ട്. ടീച്ചറായിരുന്ന ആ വിളിക്കുള്ളിൽ മറ്റൊരു വിളി. ഓ, എന്തൊരു വലിയ വിളിയാണെന്ന് ആലോചിച്ചു, എന്തൊരു വലിയ വിളിയാന്ന് നോക്കി. വിളിക്കുള്ളിൽ വിളി. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും വിളിക്കുള്ളിലൊരു വിളിയുണ്ട്. അത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്,
ഈ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം അണിയിക്കുന്ന, സുവിശേഷത്തിൻ്റെ മഹത്വം അറിയിക്കേണ്ട സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മത്തായി നല്ലൊരു ഉദാഹരണമാണ്. സാവൂൾ പറഞ്ഞു, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അപ്പസ്തോലനാകാനാണ് വിളിച്ചേക്കണത്. എന്നിട്ട് അങ്ങേര് എവിടെയായിരുന്നു? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയായിരുന്നു. ആ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന അയാളെയാണ് കർത്താവ് തൻ്റെ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചേക്കുന്നത്. വിളി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പൗലോസ് പ്രഘോഷണം ആരംഭിച്ചത് എവിടെ മുതലാണെന്നറിയാമോ? ഒന്ന് വായിച്ച്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിൽ കാണാം. അവൻ എന്താ പ്രഘോഷിച്ചത്? അവനൊരാളുടെ രോഗശാന്തി കിട്ടുന്ന കാര്യമോ, ആന്തരിക സൗഖ്യം കിട്ടുന്ന കാര്യമോ, കടബാധ്യത മാറണം, ഇതൊന്നുമല്ല അവൻ പ്രഘോഷിച്ചത്. അവൻ പ്രഘോഷിച്ചത് യേശു ദൈവപുത്രനാണ് എന്നതാണ് പ്രഘോഷിച്ചത്. യേശു എന്തിൻ്റെ പേരിലാണ് യേശുവിനെ കുരിശിൽ തറച്ചത്? യേശു ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞത് കൊണ്ടാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. ഈ ഫരിസേയർക്കും നിയമജ്ഞർക്കും ആ സത്യം മനസ്സിലായില്ല. അതൊന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാഞ്ഞിട്ടാണ് കർത്താവ് തന്നെ. മനസ്സിലാക്കി കൊടുത്തിരുന്നുവെങ്കിൽ അവർ യേശുവിനെ കുരിശിൽ തറക്കില്ലായിരുന്നു. വായിച്ചേ 9:20. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. മനസ്സിലാക്കണം ഇതിൻ്റെ അർത്ഥം. സാവൂൾ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. സിനഗോഗ് ആരുടെയാ? യഹൂദന്മാരുടെയാണ്. ആ സിനഗോഗിൽ വെച്ചിട്ടാണ് നീ ദൈവപുത്രനാണെന്ന് പറയുന്നത് കൊണ്ട് പ്രധാന പുരോഹിതൻ വസ്ത്രം കീറി ഇവനെ കൊല്ലണം. അതേ യഹൂദരോട് മറ്റൊരു യഹൂദനായിരുന്ന സാവൂൾ പറയുകയാണ്, ആ യേശു ദൈവപുത്രൻ തന്നെയാണ്. വെറുതെയാണോ സാവൂളിനെ കല്ലെറിയാൻ ആൾക്കാർ ഉടനെ കൈയെടുത്തു? അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം ഇതാണ്: യേശു ദൈവപുത്രനാണ്. മറ്റൊരാളിലും രക്ഷയില്ല. യേശു ദൈവപുത്രനാണ് എന്നതിൻ്റെ പൂർണ്ണമായ അറിവാണ്. ആ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ദൈവപുത്രരായി മാറുന്നു. നമ്മൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ആരാകുന്നു? നമ്മളും ദൈവമക്കളാകുന്നു. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുമ്പോൾ ആ പുത്രന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചുകൊണ്ട് ആ പുത്രന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വിലപിക്കുന്നു, കരയുന്നു, അബ്ബാ അബ്ബാ പിതാവേ. വിശ്വസിക്കുക, യേശു ദൈവപുത്രനാണ്. ആ ദൈവപുത്രനായതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ദൈവമക്കളാവുന്നു. അങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായിരിക്കുന്നത്. അങ്ങനെയാണ് യേശു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല. യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മളെ തൻ്റെ ഭവനത്തിലെ അംഗങ്ങളാക്കി മാറ്റുന്നു. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ പോയി ഒരു സ്ഥലം ഒരുക്കി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യും. ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യും. ഇന്നലെ രാവിലെ ഈശോ കബറിടത്തിൽ എന്തൊക്കെ ചെയ്തു? കബറിടത്തിൽ ഈശോയുടെ ശരീരവും രക്തവും പുതിയതായതോടൊപ്പം വേറെ എന്ത് സംഭവിച്ചെന്നറിയോ? ഈശോ അന്നുവരെ യുഗങ്ങളുടെ ആരംഭം മുതൽ, അതായത് ആദവും ഹവ്വയും മുതൽ അന്നുവരെ ഉണ്ടായിരുന്ന ആളുകൾ, അവരൊക്കെ പാപികളല്ലേ? അവരുടെയും പാപം യേശു ഏറ്റെടുത്തായിരുന്നോ? ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പുരാട്ടിയും കുട്ടിയായ ഈശോ തമ്പുരാനാണ്.
ലോകത്തിൻ്റെ പാപം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഉത്ഭവ പാപമാണ്. ആദത്തിൻ്റെയും ഹവ്വയുടെയും പാപവും യേശു ഏറ്റെടുത്തു. അവരെ തുടർന്നുള്ള സകല ജനതകളുടെയും പാപം ഏറ്റെടുത്തു. ഒന്ന് കൈവീശി കാണിച്ച് സമ്മതിക്കുന്നുവോ? സമ്മതിച്ചോ? 635 എടുക്കാം. അതിൻ്റെ സ്റ്റാൻസ് രണ്ടാം ഭാഗം വായിക്കണം. ആ രണ്ടാം ഭാഗത്തിൻ്റെ അവസാന ഭാഗം വായിച്ചാൽ 635 കീഴിലുള്ള പാരഗ്രാഫ് വലുതുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, യേശു കാണാതെ പോയ ആടിനെ തേടി എന്ന പോലെ ആദത്തെയും ഹവ്വയെയും തേടി പാതാളത്തിലിറങ്ങി. പാതാളം എന്ന് പറയുന്നത് ഒരു ഗഹന നരകമല്ല. പാതാളം എന്ന് പറയുന്നത് അവൻ പാതാളത്തിലിറങ്ങി എന്ന് പറഞ്ഞാൽ അതുവരെ മരിച്ച ആത്മാക്കളുടെ വാസസ്ഥലത്തേക്ക് ഇറങ്ങി അവരോട് സുവിശേഷം പ്രഘോഷിച്ചു. വായിക്കാമോ? കിട്ടിയോ? ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. നമ്മുടെ ആദി പിതാവിനെ കാണാതെ പോയ ആടിനെ എന്ന പോലെ അവിടുന്ന് അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വായെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടുന്ന് പോകുന്നു. ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുക. പാതാളത്തിൽ തടവുകാരനായിരിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക. മരണമടഞ്ഞവരുടെ ജീവനാണ് ഞാൻ. ഈ ആദത്തെയും ഹവ്വയെയും യേശുവിൻ്റെ ഉത്ഥാനത്തിന് മുമ്പ് തന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചു. ഇത് നല്ല കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ മരിച്ച യേശു പാതാളത്തിലിറങ്ങി ആദവും ഹവ്വയും വരെയുള്ളവരെ പോയി ഉണർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് നമ്മൾ പാടുന്നത്. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി. മഹിതാത്ഭുതമേ! വിശ്വസിക്കുക, ആദവും ഹവ്വയും ഇപ്പോൾ എവിടെയാണ്? അവരെവിടെയാണ്? അവർ സ്വർഗത്തിലാണോ? അപ്പോൾ ഉത്ഭവപാപത്തിൻ്റെ വക്താക്കളായ അവർ സ്വർഗത്തിലാണ് എങ്കിൽ പാപം മൂലം ആരെല്ലാം പാപം മൂലം ഉള്ള അവസ്ഥയിൽ വന്നോ അവരെല്ലാവരും യേശുവിൻ്റെ മരണവും പുനരുത്ഥാനത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ.